എത്ര പെട്ടെന്നാണ് സ്കൂൾ തുറന്നതല്ലേ? ശരിയാ, 2 മാസം പോയത് അറിഞ്ഞതേയില്ല. ലൈബ്രറിയിൽ നിന്നും ധാരാളം പുസ്തകങ്ങൾ കിട്ടി. അതുകൊണ്ട് തന്നെ ധാരാളം വായിക്കാനും സാധിച്ചു. ഒരുപാട് പുതിയ അറിവുകളും കിട്ടി. ഓ, 2 മാസം! എനിക്ക് വായിക്കാൻ പോയിട്ട് ഒന്നിരിക്കാൻ പോലും സമയം കിട്ടിയില്ല. മുഴുവൻ സമയവും കളിച്ചു. എന്റെ വീടെത്തി. എന്നാൽ ഇനി നാളെ കാണാം. ടാറ്റാ. അമ്മേ, അമ്മേ. ആ, മോളെത്തിയോ? കയ്യും മുഖവും കഴുകി വന്നോളൂ. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. ONV കുറുപ്പിന്റെ കിളിത്തൂവൽ. മുറ്റത്തിലാത്തുമ്പോൾ മുന്നിലായൊരു പക്ഷിയുടെ തൂവൽ പറന്നു വീണു. കാറ്റിനാലകളിലാടിയ കാണാ കിളിതൻ കിളിന്ന തൂവൽ. മോളെ, ഇതൊന്ന് നോക്കിയേ. ഈ നമ്പർ കണ്ടോ? ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ, അല്ലേ? ഇത്തരം നമ്പറുകളിൽ നിന്നും വരുന്ന കോളുകൾ നമ്മൾ എടുക്കരുത്. മാത്രമല്ല, ഫോണിൽ വരുന്ന OTP നമ്പറുകളും നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനും പാടില്ല. ഓ, നീ പറഞ്ഞത് നന്നായി മോളെ. അതുകൊണ്ടേ, ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചു? അമ്മ പത്രം വായിച്ചില്ലേ? മൊബൈൽ ഫോൺ വഴി നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് പത്രത്തിൽ ലേഖനമുണ്ടായിരുന്നല്ലോ. പത്രം വായിക്കാൻ എനിക്ക് എവിടെയാ സമയം? വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ട് ഒന്നിരിക്കാൻ പോലും പറ്റില്ല. പിന്നെ ആ പത്രം വായന. ആ, നീ പഠിച്ചോളൂ. എനിക്ക് അടുക്കളയിൽ കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. മുറ്റത്തിലാത്തുമ്പോൾ മുന്നിലായൊരു പക്ഷിയുടെ തൂവൽ പറന്നു വീണു. ആരുമില്ല ഇവിടെ. ഓ, അവരുടെ ഒരു പഠിത്തം. അച്ഛാ, അതിങ്ങ് തന്നോളൂ, ഞാൻ എടുത്തു വെക്കാം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? നാളെ നീ സ്കൂളിൽ പോകണ്ട. പറമ്പില് കുറച്ച് ചെടുത്തേലും നല്ലാണ്ട്. എന്റെ കൂടെ വരണം. അച്ഛാ, അത് പോസ്റ്റ്. ചേട്ടാ, ഒരു കത്തുണ്ട്. ഇത് ഒന്ന് വായിച്ചു തരാമോ? എനിക്ക് ഇനിയും ധാരാളം വീടുകളിൽ കത്ത് കൊടുക്കാനുണ്ട് ചേട്ടാ. ചില വേറെ ആരെങ്കിലും കൂടെ വായിപ്പിച്ചോ. ഞാൻ പോകുന്നു. മോനെ, ഒന്ന് നിൽക്കോ. ഈ കത്തൊന്ന് വായിച്ചു തരൂ. ചേട്ടാ, എനിക്ക് ഈ അക്ഷരങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടൻ വേറെ ആരെങ്കിലും പറഞ്ഞു, ഞാൻ പോയി. ഇനി എന്താ ചെയ്യാ? എന്തായാലും വീട്ടിലേക്ക് പോവാം. ഓ, ഇന്ന് നേരത്തെ എത്തിയോ? എന്താണ് കയ്യിൽ? ദാ, ഇതൊന്ന് വായിച്ചേ. ആ പോസ്റ്റ്മാൻ തന്നിട്ട് പോയതാ ഈ കത്ത്. ഇത് മുഴുവൻ ഇംഗ്ലീഷ് ആണല്ലോ. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ദാ, മോള് വരുന്നുണ്ട്. അവളോട് ചോദിക്കാം. മോളെ, ഇതൊന്ന് വായിച്ചേ. ഇതിലെന്താ എഴുതിയിരിക്കണേ? അച്ഛാ, ഇത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കർഷകർക്കുള്ള ലോൺ പാസ്സായി എന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്താണ്. ഇത് തിരിച്ചടയ്ക്കേണ്ടതില്ല. അതെ, ഇങ്ങനെ ഒരു ലോണിന് ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ. ഇതിനെ കുറിച്ച് കേട്ടിട്ട് പോയില്ല. ലോണിന് അപേക്ഷിച്ചത് ഞാനാണ് അച്ഛാ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ കണ്ടതാണ്. കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ സഹായിക്കുന്നതിനുള്ള പുതിയ നടപടിയാണിത്. അച്ഛന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു കാണുമല്ലോ. മോളെ, വായിക്കുന്നതിന്റെ പേരിലും പഠിക്കുന്നതിന്റെ പേരിലും ഞാൻ അതിൽ ഒരുപാട് വഴക്ക് പറഞ്ഞു. അച്ഛനോട് ക്ഷമിക്ക്. ആനുകാലികമായി നടക്കുന്ന കാര്യങ്ങൾ നമ്മെ അറിയിക്കുന്നതിനായി പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ധാരാളം അറിയിപ്പുകളും വാർത്തകളും വരുന്നുണ്ട്. വായിക്കാത്തതിന്റെ പേരിലാണ് ചിലപ്പോഴെങ്കിലും നമുക്കത് നഷ്ടപ്പെടുന്നത്. എന്റെ മകൾ, അവളുടെ വായന ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി. വായനാ ദിനം. വായന അറിവിലേക്കുള്ള വാതായനം തുറക്കുന്നു. പുസ്തകങ്ങളും പത്രമാസികകളും, എന്തിനേറെ പറയുന്നു, സാങ്കേതിക വിദ്യയുടെ മക്കളായ നവമാധ്യമങ്ങളും അതിൽ വരുന്ന വാർത്തകളും ടെക്സ്റ്റ് മെസ്സേജുകളുമെല്ലാം വായനയുടെ നല്ല അനുഭവങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നല്ലത് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അത് ഏതു കാര്യത്തിലും ഉണ്ടാകുമല്ലോ. വായന